അപ്പോൾ മേത്ത് നോക്കുമ്പോൾ നെഞ്ചത്ത് മുഴുവൻ ഇങ്ങനെ മൂക്കിൽ നിന്ന് വന്ന സ്രവമാണ്. കണ്ണൊക്കെ അതിങ്ങനെ കണ്ടമാനം കണ്ണുനീരൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ തൊട്ട് തലോടുന്ന സമയത്ത് സൂര്യൻ നന്നായിട്ട് ഉദിച്ച് നോക്കും. വന്നിട്ട് സൂര്യപ്രകാശം കാണാൻ പറ്റില്ല. അപ്പം എനിക്കിത് ഇങ്ങനെ തോന്നിയെങ്കിലും അവിടെ എന്തോ മണിക്കൂറുകൾ എന്തോ സമയം കടന്നുപോയി. ഞാൻ താഴേക്ക് ചാടുമ്പോൾ അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യണത്, എടാ ഞാൻ വേറെ എവിടെയാണല്ലോ ഇനി കൊക്കയിലേക്ക് പോകണ പോലെ എനിക്ക് തോന്നി. അവിടെ താഴേക്ക് പോയിട്ട് താഴെ ചെന്ന് കാല് കുത്തിയപ്പോൾ പുള്ളി അന്നാണ് ആദ്യമായിട്ട് എന്നെ ഭഗവാനെ എന്ന് വിളിക്കുകയാണ്. അന്ന് മുതൽ അതിനുശേഷം എന്നും പുള്ളി എന്നെ ഭഗവാനെ എന്ന് വിളിച്ചിട്ടുണ്ട്. അങ്ങേക്ക് ഈ പഴവും നെല്ലിക്കയും കൊണ്ട് തന്ന ആൾ ആരാണ് എന്ന് ഇന്നും അജ്ഞാതമാണ്. ഇല്ല, ഇന്ന് എനിക്കറിയാം. എന്നറിയാം. പിന്നെ ഇന്ന് എനിക്കറിയാലോ. ഒരല്പ നിമിഷം പോലെ, ഒരു സെക്കൻഡ് പോലെ എനിക്ക് അവിടെ തോന്നിയുള്ളൂ. അപ്പോൾ മേത്ത് നോക്കുമ്പോൾ നെഞ്ചത്ത് മുഴുവൻ ഇങ്ങനെ മൂക്കിൽ നിന്ന് വന്ന സ്രവമാണ്. കണ്ണൊക്കെ അതിങ്ങനെ കണ്ടമാനം കണ്ണുനീരൊക്കെ വന്നിട്ടുണ്ട്. എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ എന്തോ സ്കിപ്പായി പോയിട്ടുണ്ട്. കാരണം ഞാൻ വന്ന് നിൽക്കുന്ന സമയം എനിക്ക് ഓർമ്മയുണ്ട്. ഒരു 5-5:30 സമയത്താണല്ലോ അവിടെ നട തുറക്കുന്നത്. ശിവഗിരി പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അപ്പം അറിയാലോ, ആ സമയത്താണല്ലോ. അവിടെ അങ്ങനെ നട അടയ്ക്കുക എന്ന് പറഞ്ഞ പരിപാടിയില്ല. നമ്മൾ ചെല്ലുമ്പോഴേ തുറന്നാണ് കിടക്കുന്നത്. ഇതൊക്കെ എൻ്റെ ഹാലൂസിനേഷനാണോ അനുഭവമാണോ ഒന്നും അറിയില്ല എനിക്ക് ആ സമയത്ത്. ഒരു ഒന്നും അറിയാത്തൊരു വ്യക്തിയുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പറയണത്. ഞാൻ ഇങ്ങനെ തൊട്ട് തലോടുന്ന സമയത്ത് സൂര്യൻ നന്നായിട്ട് ഉദിച്ച് നമുക്ക് വന്നിട്ട് സൂര്യപ്രകാശം കാണാൻ പറ്റില്ല. അപ്പം എനിക്കിതിങ്ങനെ തോന്നിയെങ്കിലും അവിടെ എന്തോ മണിക്കൂറുകൾ എന്തോ സമയം കടന്നുപോയി. എത്ര സമയമൊന്നും എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അന്ന് മുതൽ ആ പഴയ വ്യക്തി മാറി. പക്ഷെ വേറെ ഒന്നുമില്ല എനിക്ക്. എന്തോ ഒരു സാധനം എൻ്റെ ഉള്ളിൽ നിന്ന് പോയി. ഒരു ശുദ്ധീകരണ പ്രക്രിയ നടന്നിരിക്കുന്നു. ഒന്നും പറയാൻ പറ്റില്ല. അന്നത്തെ അവസ്ഥയിൽ എനിക്കൊന്നും പറയാൻ പാടില്ല. ശുദ്ധീകരണമാണോ നടന്നത്, കിളി പോയതാണോ, അല്ലെങ്കിൽ വട്ടാണോ, എന്തിനാണ് എന്താണെന്നൊന്നും അറിയില്ല. നേരെ അവിടെ നിന്ന് പോയി. ഒന്നും വലിയ കാര്യമൊന്നും സംസാരിക്കണമൊന്നുമില്ല. അവിടെ നിൽക്കണ ആൾക്കാർ എന്നെ ഇങ്ങനെ നോക്കണ്ടായിരുന്നു. കുറേ നേരമായിട്ട് ഒരാൾ നിൽക്കണമല്ലേ. എന്തായാലും ഈ 5:30 മുതൽ സൂര്യൻ ഉദിക്കുന്ന വരെയെന്ന് ചോദിച്ചാൽ ഒരു 6-6-7 മണി ഇങ്ങനെ സമയമൊക്കെ ആയിട്ടുണ്ടാവും. വാച്ച് കയ്യിലില്ല, ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആരോടും ഒന്നും സംസാരിച്ചില്ല. ഞാൻ അവിടെ നിന്ന് മാറിയിട്ട് രണ്ടാമത്തെ പില്ലറിൻ്റെ അവിടെ ചെന്നിട്ട് കാല് താഴേക്കിട്ട് ഇങ്ങനെ ഒരു സൈഡ് ചാഞ്ഞ് ഞാനിങ്ങനെ ഇരുന്നു. ആ ഇരിപ്പും എൻ്റെ ടൈം ആൻഡ് സ്പേസ് പോയി. എന്തിനാ ഇരിക്കണേന്ന് എനിക്കറിയില്ല, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഒരു ചോദ്യവുമായിട്ടാണ് അവിടെ പോയിരിക്കുന്നത്. എത്ര സമയം ഞാൻ അവിടെ നിന്ന് കാണുന്നു. എൻ്റെ കാലിന് മരവിപ്പ് തോന്നണ്ടേ, ഒരു വേദന തോന്നണ്ടേ, ഒന്നുമില്ല. പിന്നെ എൻ്റെ അടുത്ത് വന്ന് ഒരാൾ ചോദിക്കണത് ഒരു 11:30 ആയപ്പോഴും ഭക്ഷണം കഴിക്കാൻ പോകണില്ല. അത് സമയം എനിക്കറിയില്ല. പോണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ താഴേക്ക് ആടുക. അപ്പം എൻ്റെ ധാരണ എന്താണെന്നറിയാമോ, നമ്മൾ ഈ കാല് കുത്തി ഈ നമ്മൾ പാരപ്പറ്റയിൽ ഇരിക്കില്ലേ, അപ്പം ഇങ്ങനെ എണീറ്റിട്ട് നമ്മൾ പോകുമല്ലോ. എൻ്റെ കാല് താഴെയാന്ന് എൻ്റെ ധാരണ. ഈ ശിവഗിരി ഈ പറയുന്ന സമാധി മണ്ഡപത്തിന്റെ സൈഡിലായിരിക്കണെന്നോ അതിന്റെ താഴേക്ക് ഇത്രയും ഡെപ്ത് ഉണ്ടെന്നൊരു തോന്നലൊന്നുമില്ല. ഞാൻ താഴേക്ക് ചാടുമ്പോൾ അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യണത്, എടാ ഞാൻ വേറെ എവിടെയാണല്ലോ ഇനി കൊക്കയിലേക്ക് പോകണ പോലെ എനിക്ക് തോന്നുന്നത്. അവിടെ താഴേക്ക് പോയിട്ട് താഴെ ചെന്ന് കാല് കുത്തിയപ്പോൾ എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുമായി. കാരണം എൻ്റെ കാലുകൾ ആ സമയത്ത് മരവിച്ച പോലെയാണ്. ഞാൻ ടൈം ആൻഡ് സ്പേസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാകും. എനിക്കറിയില്ല എവിടെ ഇരിക്കണേ, എന്താണ്, ഒന്നുമില്ല. താഴെ ചാടിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, എടാ ഞാൻ ഇവിടെ ആയിരുന്നല്ലേ ഇരുന്നു. ഞാനൊരു കിളി പോയ പോലെ ഇങ്ങനെ താഴേക്ക് ചെന്നു. താഴെ ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും ഓരോരുത്തർ കണ്ടവരെയും ചിരിക്കുന്നുണ്ട്, ഞാനും ചിരിക്കുന്നുണ്ട്. പോയി മുറി ചെന്ന് നോക്കും, ഫോൺ ഫുൾ ചാർജ് ആയിട്ടുണ്ട്, ഓൺ ആയിട്ടുണ്ട്, കണ്ടമാനം മിസ് കോളുണ്ട്, നർമ്മപത്നിയുടെ കോളുണ്ട്. ഞാൻ ആദ്യമേ പുള്ളിക്കാരിയെ വിളിച്ചിട്ട് അല്ല പുള്ളിക്കാരിയല്ല വിളിച്ചത്, ഞാൻ ശാന്തിനെ വിളിച്ചിട്ട് ഞാൻ ഈ നടന്ന സംഭവം പറഞ്ഞു. ആ മനുഷ്യൻ വടിക്ക് അടി കിട്ടിയിട്ട് കരയണ പോലെ കരയാണ്. ഞാൻ ഇത്രയും വർഷം ഗുരുദേവന് പൂജ ചെയ്തിട്ട് എനിക്ക് ഇത്രയും സൗഭാഗ്യം കിട്ടിയെന്നില്ല ഭഗവാനേ എന്ന് പറഞ്ഞിട്ട് അടി കൊണ്ടിട്ട് ഒരാൾ കരയില്ലേ, അതുപോലെ ഇങ്ങനെ തേങ്ങി കരഞ്ഞുകൊണ്ട് ആൾ സംസാരിക്കുക. അപ്പോൾ പുള്ളി അന്നാണ് ആദ്യമായിട്ട് എന്നെ ഭഗവാനെ എന്ന് വിളിക്കുകയാണ്. അന്ന് മുതൽ അതിനുശേഷം എന്നും പുള്ളി എന്നെ ഭഗവാനെ എന്നേ വിളിച്ചിട്ടുള്ളൂ. ആ ഒരു വാക്കിൻ്റെ മാറ്റമൊന്നും നമുക്കറിയണില്ല. ഞാനൊരു കാര്യം പറഞ്ഞു, പുള്ളി ഭഗവാനെ എന്ന് പറഞ്ഞ് വിളിക്കണം, ഞാൻ അവിടെ നിന്ന് പോകണം. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ധർമ്മപത്നീനെ വിളിക്കണം, അവരുമായിട്ടിത് പങ്കുവയ്ക്കണം. ഭാഗ്യമുണ്ട്, നല്ല കാര്യം, സന്തോഷം. പുള്ളിക്കാരിക്കും ഭയങ്കര സന്തോഷമായി. എനിക്ക് സന്തോഷമില്ല, ദുഃഖമില്ല, ഒന്നുമില്ല. ഞാൻ അതിലെ പോയി സാധാരണ ചെല്ലുന്ന രീതിയിൽ. അതുവരെ ശിവഗിരി ചെന്ന പച്ചവെള്ളം തരില്ലാത്ത ആൾക്കാരാണ്. നമ്മൾ ചെല്ലുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയിരിക്കുന്നു വെറുതെ ദേഷ്യപ്പെടുന്ന ഇതുവരെയെന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് പോയിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ
പിന്നീടുള്ള ആളുകൾ പറയണ കേട്ടതും ഇതും കൂടെ കമ്പയർ ചെയ്ത് അറിയാതെ പറഞ്ഞു പോയതാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഭാഗം ഇപ്പോൾ പറയുമ്പോഴായിരിക്കും ഇതിനു മുമ്പ് ഒരിക്കലും പോകാത്ത ആൾ പിന്നെ എങ്ങനെയാ പറഞ്ഞത്. എൻ്റെ പിന്നീടുള്ള ആളുകൾ പറഞ്ഞുള്ള അനുഭവമായിട്ട് പറഞ്ഞല്ലേ ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ ആരോ കാത്തിരിക്കുന്ന പോലെയാണ് അവിടെ കൊണ്ടുവന്ന് ഇരുത്തുന്നു. ആർക്കും പഴമില്ല അവിടെ ഭക്ഷണം കഴിക്കണോടത്ത്. ഒരു സാമ്യം ഉണ്ടെന്ന് കയ്യിലിരിക്കുന്ന പഴം എനിക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് പോകുന്നു. നമുക്ക് എന്തൊക്കെയോ ഒരു കരുതൽ. നടക്കുന്ന വഴിക്ക് മുഴുവൻ നമ്മളെ ആരൊക്കെയോ സ്നേഹത്തോടെ പെരുമാറണം. അവിടെ നിന്ന് പോരുന്നത് വരെ പിന്നെ നമുക്ക് അവിടെ ഒരു VIP ട്രീറ്റ്മെൻറ്റ് പോലെ അനുഭവപ്പെടുകയാണ്. എന്ത് തന്നെയാണെങ്കിലും പിന്നെ എൻ്റെ ജീവിതത്തിൻ്റെ യാത്ര മുഴുവൻ ഭക്തിയിലല്ല, പിന്നെ ഗുരുദേവനാണ് എന്നെ നയിച്ചത്. ഞാൻ അറിയാതെ എന്നെ എൻ്റെ ഗുരു നയിക്കുക. അന്നൊന്നും എനിക്കൊരു ഓർമ്മയില്ല. അതായത് എനിക്ക് ഒരു ജ്ഞാനം കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ എന്താണെന്ന് എനിക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാനൊരു സാധാരണ വ്യക്തി തന്നെ, ഒരു കാം ആൻഡ് കൂളായി ഒരു സെറ്റിലായ ഒരു ക്യാരക്ടറായിട്ട് ഞാൻ എൻ്റെ ജോലി ചെയ്ത് സുഖമായി നടക്കുകയാണ്. ഒരു പരാതിയില്ല. പിന്നെ എന്തുകൊണ്ടാണ് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവണേ, എന്താണ് ഇങ്ങനെ, എന്താണ് അങ്ങനെ, അതൊന്നുമില്ല എനിക്ക്. ഒരു ഉള്ളിൽ മൊത്തം ഒരു ശാന്താവസ്ഥ, ഒരു സുഖമുണ്ട്. പണ്ടൊക്കെ ഹൈവേയിലേക്ക് വണ്ടി കൊണ്ട് ഇറങ്ങി, റോഡിലേക്ക് വണ്ടി കൊണ്ട് ഇറങ്ങിയ സകലരെ ഓണടിക്കുക, ചീത്ത വിളിക്കുക, ദേഷ്യപ്പെടുക, വിഷമം, ബുദ്ധിമുട്ട്, ഫ്രസ്ട്രേഷൻ, ടെൻഷൻ, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നുമില്ലാത്തൊരു കാമാൻ കൂൾ ആളായിട്ട് മാറി. പിന്നീട് ജീവിതം പോയത് മുഴുവൻ ആത്മീയത വഴിയിലാണ്. ഇതിലൊരു കാര്യം എന്ന് പറയുന്നത്, അന്ന് അങ്ങേക്ക് ഈ പഴവും നെല്ലിക്കയും കൊണ്ട് തന്ന ആൾ ആരാണ് എന്ന് ഇന്നും അജ്ഞാതമാണ്. ഇല്ല, ഇന്ന് എനിക്കറിയാം. ഇന്നറിയാം. പിന്നെ ഇന്ന് എനിക്കറിയാലോ എല്ലാം. എനിക്ക് നോക്ക്, ഇപ്പം ഞാൻ ബാക്കിലേക്ക് പോകുമ്പോൾ ഇനി ഇതിനെ വേറൊരു സ്റ്റോറി ആക്കി പറയാം. എന്നെ ഗുരുദേവൻ വളരെ ചെറുപ്പം മുതലേ കരുതലോടെ കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു, ഞാൻ പോലും അറിയാണ്ട്. എൻ്റെ പിന്നിലേക്ക് പോവുക. എൻ്റെ ധർമ്മപത്നി എന്ന് പറയുന്നത് ഗുരുദേവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് നടത്തി മടിയിൽ കയറ്റി എടുത്തുകൊണ്ട് നടന്നിട്ടുള്ള ഒരു മുത്തശ്ശിയുടെ കൊച്ചുമകളാണ്, അല്ലേ? അതെ. എൻ്റെ ധർമ്മപത്നിയുടെ അച്ഛൻ എന്ന് പറയുന്നത് ഗുരുദേവന് വേണ്ടി മാത്രം ആ ഒരു നടയിൽ നിന്ന് അല്ലെങ്കിൽ അവിടുത്തെ മാത്രം സേവ ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയായിരുന്നു. ഈ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ആലുവയിൽ വന്നതാണ്. ഗുരുഭക്തരായി തന്നെ ജീവിച്ച് അങ്ങനെ തന്നെ ഇന്നും പോയിക്കൊണ്ടിരിക്കുക. ഗുരു എന്നൊരു നാമം അല്ലാണ്ട് അവർക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് എത്രമാത്രം പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ ഗുരുദേവൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. എനിക്ക് കൊണ്ടുതന്ന എന്നേക്കാൾ ആത്മീയതയുള്ള, എന്നെ ഈ വഴിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ എനിക്ക് ധർമ്മപത്നിയെ നോക്കി എൻ്റെ ഗുരു എനിക്ക് കൊണ്ടുതന്നു. എൻ്റെ കുറവുകളെ മനസ്സിലാക്കി എന്നെ നികത്തി തരാൻ കഴിവുള്ള എൻ്റെ ധർമ്മപത്നിയെ. അപ്പോൾ ഗുരുവിൻ്റെ കരുതൽ അവിടെ ഒന്ന് എടുക്കുക. രണ്ടാമത്തത്, ഞാൻ പഠിക്കുന്ന വഴിയിലും എൻ്റെ യാത്രയിലും എനിക്ക് ഏതെല്ലാം തരത്തിൽ തെറ്റുകളും അബദ്ധങ്ങളും വരാൻ സാധ്യതയുണ്ടോ, ഇവിടെ എല്ലാം എന്നെ എൻ്റെ ഗുരു സൂക്ഷ്മത്തിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്തും ഒരു ചീത്തപ്പേരുണ്ടാക്കാതെ എന്നെ ഈ കഴിഞ്ഞ പ്രായം വരെ, അതായത് ഈ അനുഭവം ഉണ്ടാകുന്ന പ്രായം വരെ എന്നെ സംരക്ഷിച്ചുകൊണ്ട് നടന്ന് ഞാനല്ല, എൻ്റെ കഴിവുമല്ല, അത് ഞാൻ പോലും അറിയാണ്ട് എൻ്റെ ഗുരു എന്നെ സംരക്ഷിച്ചു കൊണ്ട് നടക്കാറുണ്ട്. കാരണം ഞാനൊരു ചീത്തപ്പേരിന് ഭാഗമായാൽ എൻ്റെ ഗുരുവിന് ചീത്തപ്പേരുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾക്ക് ചീത്തപ്പേരുണ്ടാവും. ഇതൊന്നും വരാതെ നടന്നത് എൻ്റെ കഴിവല്ല. എല്ലാവർക്കുമുള്ള എല്ലാ ദുശീലവും എനിക്കുണ്ട്. പക്ഷെ ഒരു ദുശീലത്തിനും അഡിക്റ്റഡ് ആയിരുന്നില്ല. എന്ത് വേണം, എങ്ങനെ വേണം, എത്ര ചെയ്യണം, ഏത് പാടില്ല, ഏത് പാടുണ്ട്, ഇതൊക്കെ തീരുമാനിക്കാൻ എൻ്റെ കൂടെ സൂക്ഷ്മത്തിൽ ഗുരു ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പോലും അറിയാതെ എന്നെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരുന്ന എൻ്റെ ഗുരു തന്നെയാണ്. ഇനി എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുത്തശ്ശന്മാർ ഗുരുവിൻ്റെ സഹയാത്രികരാണ്. അപ്പോൾ ഗുരുവിന് അന്നേ അറിയാമായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടാകുന്ന കൊച്ചുമകൻ എനിക്ക് വേണമെന്ന്. എൻ്റെ വീട്ടിൽ ഒരാളെയും ശിവഗിരി കൊണ്ട് എഴുത്തിന് ഇരുത്തിയിട്ടില്ല. എന്നെ എഴുത്തിന് ഇരുത്താൻ സമയമായപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും കൂടെ കൂടി തീരുമാനിച്ച് വീട്ടിലെല്ലാവരും പറഞ്ഞ് ശിവഗിരി കൊണ്ടുപോയിട്ട് എന്നെ എഴുത്തിന് ഇരുത്തിയത്. ആ സമയത്ത് ഒരിക്കലും ശിവഗിരിയിൽ ഈ പറയുന്ന നമ്മുടെ നിത്യചൈതന്യ യതി ഗുരു വരാനൊരു സാധ്യതയില്ല, അങ്ങനെ ഒരു സംഭവമില്ല. അത് നിത്യചൈതന്യ ഗുരുവിൻ്റെ ആശ്രമം വേറെയാണ്, ശിവഗിരി വേറെയാണ്. പക്ഷെ എന്നെ എഴുത്തിനിരുത്തിയത് നിത്യ ഗുരുവാണ്. ഗുരു നിത്യമാണ്, ഒരു നിത്യം. അപ്പോൾ ഗുരുവിൻ്റെ കടാക്ഷം എന്ന് പറഞ്ഞാൽ ചെറുതല്ലേ. ഞാൻ അറിയണില്ല ഇത് ഗുരു നിത്യമാണ് എന്നെ എഴുത്തിനിരുത്തിയാണുള്ളത്. ഞാൻ പോക്കിരിത്തരം ചെയ്ത് അച്ഛൻ എന്നെ ശാസിക്കുമ്പോൾ ഒക്കെ പറയും ഗുരുദേവൻ്റെ ശിഷ്യനാണെന്നും പറഞ്ഞ് അവിടെ ഒരുത്തിനെ കൊണ്ടുപോയി ഇത് എഴുത്തിനിരുത്തിയതാണ്. ഗുരുദേവൻ്റെ നടയിൽ ഒരു മക്കളെ കൊണ്ടിരുത്തിയിട്ടില്ല, നിന്നെയാണ് അവിടെ കൊണ്ടുപോയി ഇരുത്തി ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഇങ്ങനത്തെ ഒരു ജോബില്ലാത്ത മക്കളെ ശകാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ അച്ഛന്മാർ പറയുമല്ലോ. അപ്പോൾ ഈ ശാപവാക്കുകളിലും ദേഷ്യത്തിലൊക്കെ പറയണത് ഈ ഗുരുവിൻ്റെ വാക്കെടുത്ത് വെച്ച് എന്നെ കുത്തിയാണ് പറയണത്. അപ്പം ഞാൻ ഓർക്കും എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുപോയത്, ഒരു ഗുണമില്ലാത്തൊരു ഗുരു.
ഇവരെ എൻ്റെ വീട്ടിൽ നോക്കുമ്പോൾ ബാക്കി എല്ലാവരും നല്ല എഡ്യൂക്കേറ്റഡാണ്. ചേട്ടന്മാർ ഡോക്ടർമാരാണ്, ചേട്ടന് പെങ്ങന്മാരെ കെട്ടിയേക്കണവരും ഡോക്ടേഴ്സാണ്, അല്ലെങ്കിൽ നല്ല എഡ്യൂക്കേഷനുള്ള മുത്തശ്ശൻ വൈദ്യരാണ്. ഇവരെ പോലെയൊക്കെ നമ്മളാക്കിയാൽ പോരുന്നു. അവരൊക്കെ എഴുതിയത് അവരുടെ അച്ഛനും അല്ലെങ്കിൽ അമ്മയും മുത്തശ്ശി അവരൊക്കെയാണ്, വലിയ ആൾക്കാരൊന്നുമല്ല. എന്നെ എന്തിനാ ഈ ഉണക്ക ശ്രീനാരായണ ഗുരുവിൻ്റെ അടുത്തുണ്ട് എഴുതിയത് കണ്ടല്ലേ ഞാൻ ഒന്നുമില്ല ഉണ്ടായത്. പക്ഷെ ഞാൻ പോലും അറിയാതെ എൻ്റെ ഗുരു എൻ്റെ നാവിലിപ്പോൾ വിളയാടുന്നത് എനിക്കറിയാം. എനിക്ക് വാക്ശുദ്ധി എന്ന് പറഞ്ഞ സാധനമില്ല. പക്ഷെ ഞാൻ പറയുന്ന ആത്മീയതയുടെ ഡെപ്തിൽ സംസാരിക്കാൻ ഇന്ന് എത്ര പേർക്ക് കഴിയണ്ടേ എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അനേകം തൊഴിലാളികളെ കാണുന്നുണ്ട്. അവരുടെ വാക്ശുദ്ധി സംസാരിക്കുന്ന രീതിയൊക്കെ വളരെ ഗംഭീരമാണ്. പക്ഷെ ആത്മീയത എന്ന് പറയുന്ന അവരുടെ ഉള്ളിൽ തൊട്ട് തീണ്ടിയിട്ടില്ല. അവരൊക്കെ എന്തോ പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്നുള്ളതല്ല, അത് ആത്മീയതയുടെ ഡെപ്ത് അവർക്കറിയില്ല. ആത്മീയത എന്താണെന്നറിയില്ല, ധ്യാനം എന്താണെന്നറിയില്ല, ധ്യാനിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. പക്ഷെ അങ്ങ് ഈ ശ്രീനാരായണ ഗുരുദേവന്റെ ഫോട്ടോ പലതവണയായിട്ട് എറിഞ്ഞുടച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലും എന്തൊക്കെയോ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഗുരു തന്നെ ചെയ്യിച്ചൊരു കാര്യമായിരിക്കാം. ഇതുണ്ടല്ലോ, ഞാൻ ഇന്ന് ഒരു ഗുരുവായിട്ട് ഇരുന്നുകൊണ്ട് പറയാണ്, ആരാണോ ഗുരുവിനെ വിമർശിക്കുന്നവൻ, ആ വിമർശിക്കുന്നവൻ്റെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയ അവൻ്റെ വിമർശനം തീർന്നു. എനിക്ക് ഭയങ്കര വിമർശന ബുദ്ധിയായിരുന്നു. പക്ഷേ ആ വിമർശനത്തിനുള്ള ആൻസർ എനിക്ക് ശിവഗിരി ചെന്നപ്പോൾ കിട്ടി. പിന്നെ എനിക്ക് രണ്ടാമതൊരാൾ പഠിപ്പിക്കുകയോ ഒരു കൃതി കാണാതെ പഠിക്കുകയോ, എനിക്ക് ഗുരുദേവൻ്റെ ഒരു കൃതി പോലും അറിയില്ലായിരുന്നു. അതുപോലെ ഗുരുദേവനെ എങ്ങനെ പൂജിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു, ഗുരുക്കന്മാരെ എങ്ങനെ കാണണമെന്ന് അറിയില്ലായിരുന്നു, ഗുരുതത്വം എന്താണെന്ന് അറിയണ്ടായില്ല. പക്ഷേ എനിക്ക് കിട്ടിയ ദർശനത്തിൻ്റെ പവറാണ് ഞാൻ ഈ പറയുന്നത്. എന്ന് ഗുരുദേവനെ നേരിൽ കണ്ടോ, അതിനുശേഷം പിന്നെ ഞാൻ ഗുരു എന്താണെന്ന് പിന്നെ അറിയേണ്ട കാര്യം ചിന്തിച്ചിട്ടില്ല, ശ്ലോകം പഠിക്കാൻ പോയിട്ടില്ല, ഒന്നുമില്ല. പിന്നെ ആ ഗുരുവിൻ്റെ പാതയിലൂടെ എങ്ങനെ ജീവിക്കാമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. എൻ്റെ ഉള്ളിൽ ഒരേ ഒരു ചിന്തയെ ഇപ്പോഴും ഉള്ളൂ, അന്ന് മുതലുള്ളൂ. എൻ്റെ ഗുരുവിന് ചീത്തപ്പേര് വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല.